നമുക്ക് പരിചിതമല്ലാത്തൊരു വിവാഹ രീതിയെയും അതിന്റെ നിയമസാധുതയെയും കുറിച്ചാണ് കോഡ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില സമുദായങ്ങളിൽ നിലവിലുള്ള ഒരു വിവാഹ രീതിയുണ്ട്, നദാ വിവാഹം. പുനർവിവാഹത്തിനുള്ള ഒരു കരാർ രീതിയാണിത്. പ്രത്യേകിച്ച് വിധവകൾ, വിവാഹമോചിതർ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് പുതിയ പങ്കാളിയെ കണ്ടെത്താൻ അവസരം നൽകുന്നതാണ് ഈ വിവാഹം. ഇതിന് ഔപചാരിക വിവാഹ ചടങ്ങുകൾ ആവശ്യമില്ല. പുരുഷൻ സ്ത്രീയുടെ വീട്ടിലെത്തി അവളുടെ കുടുംബത്തിന് പണം നൽകിയാണ് ഈ ബന്ധം സ്ഥാപിക്കുന്നത്. നൽകുന്ന തുക തൃപ്തിപ്പെട്ടാൽ വീട്ടുകാർ സ്ത്രീയെ പുരുഷന് നൽകും. ചടങ്ങുകളോ സൽക്കാരമോ ആവശ്യമില്ല. സ്ത്രീധന നിരോധന നിയമമുള്ള നമ്മുടെ രാജ്യത്ത് സ്ത്രീയുടെ വീട്ടുകാർക്ക് പണം നൽകി വിവാഹം ചെയ്യുന്നതിലെ പോസിറ്റീവ് വശം ഇതിനുണ്ട്. എന്നാൽ പലപ്പോഴും സ്ത്രീകളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും വിൽപ്പന നടത്തുന്നതിന് ഈ വിവാഹം കാരണമാകുന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. അടുത്തിടെ രാജസ്ഥാൻ ഹൈക്കോടതി ഇതിനെ നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് നിയമപരമായ അവകാശങ്ങൾ പലപ്പോഴും ഇത്തരം വിവാഹങ്ങളിൽ ലഭിക്കാറില്ലായിരുന്നു. എന്നാൽ രാജസ്ഥാനിലെ ഗ്രാമപ്രദേശത്ത് നടന്ന നദാ വിവാഹം ഒരു വിവാഹ രീതിയായി കണക്കാക്കപ്പെടുന്നതിനാൽ മരിച്ച സർക്കാർ ജീവനക്കാരനുമായി പരമ്പരാഗത വിവാഹം നടത്തിയ സ്ത്രീക്ക് കുടുംബ പെൻഷൻ നൽകാനാണ് രാജസ്ഥാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കും അനുസൃതമായി നടത്തുകയാണെങ്കിൽ 1955 ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 7 പ്രകാരം നദാ വിവാഹവും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ജസ്റ്റിസ് അശോക് കുമാർ ജെയിൻ ചൂണ്ടിക്കാട്ടി. ആദ്യ ഭാര്യയുടെ മരണശേഷം ഹർജിക്കാരിയായ സ്ത്രീയുമായി പുരൺലാൽ സൈനി എന്ന സർക്കാർ ജീവനക്കാരൻ നദാ വിവാഹത്തിൽ ഏർപ്പെട്ടു. അവർക്ക് ഒരു മകളും ജനിച്ചു. ഇയാളുടെ മരണശേഷം പെൻഷൻ ലഭിക്കാൻ നിയമപരമായി അവകാശമില്ലെന്ന് വ്യക്തമായതോടെയാണ് ഹർജിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത്. കുടുംബാംഗമായി ഹർജിക്കാരിയെ നാമനിർദ്ദേശം ചെയ്തിട്ടില്ല എന്നതായിരുന്നു കാരണം. എന്നാൽ ഊർമിളാദേവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന കേസിൽ കുടുംബാംഗമായി നാമനിർദ്ദേശം ചെയ്തിട്ടില്ലാത്ത സ്ത്രീക്ക് ഭർത്താവിന്റെ സേവന ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടെന്ന് നേരത്തെ രാജസ്ഥാൻ ഹൈക്കോടതി വിധിച്ചിട്ടുണ്ട്. ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ കേസിലും ഹൈക്കോടതി തീരുമാനമെടുത്തത്. ബാലവിവാഹങ്ങളെ നിയമസാധുതയുള്ളതാക്കാൻ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും സ്ത്രീകൾക്ക് നിയമപരമായ അവകാശങ്ങൾ ലഭിക്കാറില്ലെന്നതുമുള്ള ആശങ്കകൾ നദാ വിവാഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കോടതികൾ ഇതിന് നിയമസാധുത നൽകുന്നതോടെ സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാനാകും.